കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ കർത്താവിന്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമയോനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ വഴി കവറീൻകാരനായ ശിമയോൻ കടന്നു വന്നു. അയാള് ഈജിപ്തുകാരനാണ്. സൈറീൻ തപ്പിയെടുക്കുമ്പോ ഇത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്, ഈജിപ്തിലെ സ്ഥലമാണ്. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഇയാൾ കറുത്ത വർഗക്കാരനാണ്. ഞാൻ പരിശോധിച്ച രേഖകൾ സത്യമാണെങ്കിൽ ഇയാൾ കറുത്ത വർഗക്കാരനാണ്. ഇയാൾ യഹൂദനല്ല. ഇയാൾ എന്തിനാണ് ഈ നാട്ടിൽ റോമാക്കാർ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോ അയാൾ എന്തിനാ അവിടെ വന്നത്? അയാൾ കച്ചവടത്തിനോ മറ്റോ വന്നതാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ അയാളുടെ മകളെയും കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ സിനിമ ആയതുകൊണ്ട് കഥ അങ്ങനെ രൂപപ്പെട്ടതായിട്ട് കണ്ടാൽ മതി. ഇയാൾ കച്ചവടത്തിന് വന്നതാവണം, അല്ലെങ്കിൽ എന്തോ കാര്യത്തിന് ഇവിടെ വന്നതാണ്. എന്തോ ആയിക്കോട്ടെ. ഈ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ പോയ വഴിക്ക് ഈ ശിമയോൻ ഇറങ്ങി നിന്നാണ്. നല്ല കാലം ഇടിച്ച് ഒരുത്തനെ കുരിച്ച് വലിച്ചു കൊണ്ടുവന്നു. ഭയങ്കര കള്ളനം കണ്ടായിരിക്കണം ഈ പോക്കറ്റടിക്കാരനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇടിച്ചും ദ്രോഹിച്ചും തുപ്പിയും അങ്ങനെ കൊണ്ടുപോവാ. അപ്പൊ ഇവനിത് കൊള്ളാലോ, ലൈവായിട്ടൊരു അടി കണ്ടിട്ട് ഒത്തിരി നാളായെന്ന് വിചാരിച്ച് അവനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യഹൂദൻ ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് കുരിശ് മരത്തി കയറ്റുന്നത്. അതുകൊണ്ട് യഹൂദന്മാരൊന്നും തൊടില്ല. യഹൂദന്മാരിങ്ങനെ മാറി നിൽക്കുകയാണ്. റോമാക്കാര് കുരിശും കൊണ്ട് വീണ് കിടക്കുന്ന യേശുവിനെ എന്തായാലും സഹായിക്കാം. അവന്മാർ അടിക്കത്തേ ഉള്ളൂ. അപ്പൊ ഒരുത്തൻ പറഞ്ഞോടാ, ഇങ്ങനെ അടിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല. മേളി ജീവനോടെ കൊണ്ടുപോയി കുരിശെ തറയ്ക്കണം, അല്ലെങ്കിൽ ശിക്ഷ പൂർത്തിയാവില്ല. അതുകൊണ്ട് എങ്ങനെയും ജീവനോടെ മേളിൽ എത്തിക്കണം. അതുകൊണ്ട് ആരേലും ഒന്ന് സഹായിക്കും. അപ്പോ പടയാളികൾ പറഞ്ഞു, ഞങ്ങൾ തൊടില്ല. അങ്ങനെ തൊടാതെ നിൽക്കുന്ന, കരയ്ക്ക് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അവർ കരയ്ക്കേ നിൽക്കൂ. അവരുടെ മുണ്ട് ചുളിയാൻ പാടില്ല, അവരുടെ കസ ഉടയാൻ പാടില്ല. അവർ കരയ്ക്കേ നിൽക്കൂ. അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എറിയും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അവർ കരയ്ക്കേ നിൽക്കും. അവര് തൊടില്ല. ഇതിനെ അവര് തൊടില്ല. അതിൽ അവൻ എടുക്കട്ടില്ല. നമ്മൾ തൊടില്ല അതിനകത്ത്. ഇപ്പൊ യഹൂദനെ വിളിച്ചാൽ വരില്ല. അവന് നിന്ദ്യമാണിത്. റോമാക്കാരൻ അവൻ അന്തസ്സിന് ചേരത്തിൽ ഇത് സഹായിച്ചാൽ. അങ്ങനെ ഇരിക്കുമ്പോ ആര് സഹായിക്കും? നോക്കുമ്പോ അതേ വഴിയിൽ കാഴ്ച കണ്ടുകൊണ്ട് ഒരു കറുത്ത വർഗക്കാരൻ നിൽക്കുന്നു. വാളവിടെ. അപ്പൊ അവനൊന്നും പിടിയിട്ടില്ല. അവൻ ക്ലിക്കായില്ല പെട്ടെന്ന്. വാളവിടെ, വാളവിടെ. അവൻ ചോദിച്ചെന്താ, എന്ത് കാര്യം? പിടിയടാ ഇത്. ഞാൻ ഇവിടെ ഉള്ള ആളല്ലോ. ഞാൻ വരില്ല. അവൻ പറഞ്ഞു, സാധനം വഹിക്കാൻ വന്നോ? വീട്ടിൽ ചെല്ലണം, പഞ്ചസാര വാങ്ങിച്ചോണ്ട് ചെല്ലാൻ വന്നോ? പിടിയടാ. ഞാൻ വരില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പോവാ. പിടിയടാ. അപ്പൊ ഒരുത്തൻ ചാട്ടയും കൊണ്ട് ചെന്നിട്ട് പിടിയടാന്ന് പറഞ്ഞു. ഓ ദൈവമേ, പിടിച്ചില്ലേ? ഇപ്പൊ അടി കിട്ടും. പിടിച്ചു പൊക്കിക്കൊണ്ടിരുന്നപ്പോഴാ മറ്റവനെ കണ്ടത്. ദേഹമാസകലം ചോര പുരണ്ട, മുൾക്കിരീടം തറച്ച, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വരഞ്ഞു കീറപ്പെട്ട ഒരുത്തൻ. അവന്റെ മുഖത്ത് നോക്കിയപ്പോ ഒരു സെക്കൻഡ് അങ്ങനെ അന്തിച്ചു നിന്നു. നോക്കാൻ വയ്യല്ലോ, ഈ മുഖത്ത് നോക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിടിച്ച് പൊക്കി എടുത്ത് തോളെ വെച്ചിട്ട് 2 സ്റ്റെപ്പ് നടന്ന് പുറകോട്ടൊന്നുകൂടെ നോക്കിയപ്പോഴാ ഇവനെ ശരിക്ക് കണ്ടത്. ശരിക്ക് കണ്ടപ്പോ ഉണ്ടല്ലോ, അവനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വെറുതെ തൊട്ടാ മതി, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചോളാം, ചേട്ടൻ തൊട്ടാ മതി എന്ന് പറഞ്ഞു. കാരണം ഈ ആള് ആദ്യം കണ്ട ആളല്ലത്. ആദ്യം കണ്ടപ്പോ ഇയാളെ പിടികിട്ടിയില്ല. ഒറ്റ നോട്ടത്തിൽ ഇയാൾ ആരാന്ന് മനസ്സിലായില്ല. ആദ്യാനുഭവത്തിൽ ഇത്ര ആഴം കിട്ടിയിട്ടില്ല.
പിടിച്ച് 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 വന്നപ്പോഴാണ് ദൈവമേ ആരുടെ കുരിശിന്റെ അറ്റമാണ് പിടിച്ചതെന്ന് പെട്ടെന്ന് ശിമയോന് മനസ്സിലാവുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കേട്ടോണം, ഇത് ആദ്യം എടുക്കുമ്പോ ഒന്നും പിടിയിട്ടില്ല. പിടിച്ച് 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 വരുമ്പോ ഉണ്ടല്ലോ, പിന്നെ ഈ ആരുടെ കുരിശാണോ പിടിച്ചത് അവൻ നിങ്ങൾക്ക് ഭ്രാന്താവാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ മുറുകെ പിടിക്കും. ആര് ചവിട്ടിയാലും, ആര് തൊഴിച്ചാലും, ആരടിച്ചാലും, ആര് കാരമുള്ള കടാരി കുത്തി ഇറക്കിയാലും നിങ്ങൾ പിടിക്കും, മരിക്കുന്നത് വരെ പിടിക്കും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ പിടിച്ച് 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 വന്നപ്പോഴാണ് പിടികിട്ടുന്നത്. എടോ, പിടിച്ചത് ഒരു മഹാഭാഗ്യമാണല്ലോ. അപ്പോഴാ പിടികിട്ടിയത്. പിടിച്ചത്, ഇതിന്റെ അറ്റം പിടിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് അപ്പോഴാ പിടികിട്ടിയത്. അവനീശ്വരടുത്ത് പറഞ്ഞു, എന്റെ പൊന്ന് കർത്താവേ, അറിഞ്ഞില്ല കേട്ടോ, വഴിയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു, കവലയിൽ നിന്നപ്പോ ഇത് അറിയാൻ പാടില്ലായിരുന്നു, കള്ളും കുടിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ ആ കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു, നിന്നെ തള്ളിപ്പറഞ്ഞ് നടന്ന കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു, ഇതെന്താന്ന് ഇപ്പോഴാ മനസ്സിലായി. അതുകൊണ്ട് കർത്താവേ, ശ്രദ്ധിച്ചോണം നിങ്ങള്, കർത്താവേ ഇനിയിപ്പൊ എന്റെ പൊന്ന് കർത്താവേ നീ ഫ്രീ ആയിക്കോളാൻ പറഞ്ഞു, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടില്ല, കാണണം. അതിനെ കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ഒത്തിരി അത്ഭുതങ്ങളുടെ സിനിമയാണത്. ആ സിനിമ കണ്ടിട്ടില്ല, കാണാൻ. അവസാനം ഉണ്ടല്ലോ ഇവനെ അടിച്ചോടിക്കുക, ഇവൻ വിടുന്നില്ല ഇതെന്ന്, ഇവൻ ഈ കുരിശിന്റെ അറ്റത്ത് നിന്ന് വിടുന്നില്ല. അവസാനം പടയാളികൾ അവനെ അടിച്ച് ഓടാന്ന് പറഞ്ഞു ഓടിക്കാൻ. അവസാനം അവൻ പോകുന്നൊരു പോക്കുണ്ട്, ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോവാൻ ഇഷ്ടമില്ല, പക്ഷെ അടിച്ചോടിക്കുകയാണ്. അവസാനം മരണം വന്ന് മാടി വിളിക്കുന്ന നേരത്ത് പോകാൻ ഇഷ്ടമില്ല കർത്താവേ, 2 കൺവെൻഷനൂടെ പ്രസംഗിച്ചിട്ട് പൊക്കോളാവേ എന്ന് പറയുമ്പോഴാണ് വാടാ വേറെ വഴിക്ക് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ ഇതിന്റെ അറ്റം പിടിച്ചാൽ പിന്നെ അത് ഭ്രാന്താവും. എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയാം. മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി ഹൃദയം പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച അമ്മമാര്, മക്കളെങ്ങനെയും നേരെയാവണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥന ശരിക്കും ഏറ്റു. മക്കള് നേരെയായി കഴിഞ്ഞപ്പോ, കർത്താവാണ് തൊട്ടതെന്ന് മനസ്സിലായപ്പോ, കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോ മക്കള് പറഞ്ഞു, അമ്മ കർത്താവിന്റെ പുറകെ പോവാണിനി. അപ്പൊ മാതാപിതാക്കൾ പറയണം, അയ്യോ അത്രയും വേണ്ട, ഈ കുടി മാറിയാ മതി എന്ന്, വേറെ വഴിക്ക് പോകണ്ട. എത്ര മാതാപിതാക്കൾ എനിക്കറിയാന്നറിയാം. മക്കള് മാനസാന്തരപ്പെടാൻ വേണ്ടി ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, എടാ ശരിക്കും മാനസാന്തരപ്പെട്ടാണ്ടല്ലോ പിന്നെ ഈ തള്ള പറയുന്നിടത്ത് നിൽക്കത്തില്ല, അവൻ കർത്താവിന്റെ പുറകെ പോവും. അപ്പൊ തള്ള കിടന്ന് കരയണം, അയ്യോ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ഭേദമെന്ന്. കള്ള നസ്രാണി ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പൊന്നുമക്കളെ, അതായത് ഇത് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഈ പിടി വിടത്തിൽ, പിന്നെ നീ ചവിട്ടി എറിഞ്ഞാൽ പോവില്ലല്ലോ. ശരിക്കും ഒന്ന് പിടിച്ചാണ്ടല്ലോ പിന്നെ നീ ചവിട്ടി എറിഞ്ഞാൽ പോവില്ല കേട്ടോ. അങ്ങനെ ഈ മനുഷ്യൻ കുരിശിന്റെ അറ്റം പിടിച്ച് അവസാനം ഇവനെ വലിച്ചെറിയാണ്. അവനെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണാൻ എന്റെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന ഒരു രംഗം അത്. അവനെങ്ങനെ വിടും, അവന് ഇഷ്ടമില്ല പോവാൻ. ഭർത്താവിനെ നോക്കി അങ്ങനെ പോവാണ്. ശിമയോൻ യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിലെ അവസാനത്തെ ദൂത് കേട്ടോ. ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു, ദൈവമേ ഈ പാവപ്പെട്ട മനുഷ്യൻ, വഴിയിൽ ഈ കാഴ്ച കാണാൻ നിന്ന മനുഷ്യൻ, അവനിങ്ങനെ കുരിശിന്റെ അറ്റമൊക്കെ പിടിച്ചു. കർത്താവേ, പിന്നെ ഈ ചേട്ടനെ കുറിച്ച് ഒരു വിവരമില്ല. അങ്ങനെ വരാൻ പാടില്ലല്ലോ കർത്താവേ. നിന്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ദൈവവേലയെ സപ്പോർട്ട് ചെയ്ത, ദൈവരാജ്യത്തെ സഹായിച്ച ഒരാളെ കുറിച്ച് കർത്താവേ എന്തെങ്കിലും ഒരു വാക്കുകൂടെ പറയണ്ടേ നീ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം കണ്ണിൽപ്പെടുന്നത്. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം ശ്രദ്ധിച്ചോ. വായിക്കണ്ട, എന്നെ കേട്ടാ മതി, വായിക്കാൻ നേരമില്ല, എന്നെ നോക്കിക്കോ. ഞാൻ പറയുന്ന സത്യമാണ്, ആ വചനം കറക്റ്റാണ്. റോമർ 16:13 റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ, അവൾ എന്റെയും അമ്മയാണ്. കേൾക്കണേ, റോമാസഭയിലെ പ്രഗത്ഭരായ ദൈവവേലക്കാരുടെ, റോമാസഭയിലെ അഭിഷിക്തരുടെ, റോമാസഭയിലെ മെത്രാന്മാരുടെ, റോമാസഭയിലെ ശ്രേഷ്ഠന്മാരുടെ, റോമാസഭയിലെ പ്രവാചകരുടെ, പ്രബോധകരുടെ, ശുശ്രൂഷകരുടെ പേര് പറഞ്ഞ് പൗലോസ് ലീഗ കത്തിന്റെ അവസാനം, റോമാലേഖനത്തിന്റെ അവസാന അധ്യായത്തിൽ അവരുടെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് 13-ാമത്തെ വാക്യം എങ്ങനെയാണ്? റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എന്റെയും അമ്മയാണ്. ശിമയോനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കെവറീൻകാരനായ ഒരു ശിമയോൻ വന്നു, അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾക്ക് പിടികിട്ടണമെങ്കിൽ ഒരു 2 മിനിറ്റ് ശ്രദ്ധ മാറാതെ ഇവിടെ തന്നെ നിങ്ങൾ ഇരിക്കണം. ഉദാഹരണമാണ്, ആർക്കും പ്രകോപനമൊന്നും ഉണ്ടാവരുത്.
നാളത്തെ പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്, യശോദാമ്മ മരിച്ചു എന്നൊരു വാർത്ത വന്നാൽ നമ്മൾ യശോദാമ്മ, ഏതോ ഒരു യശോദാമ്മ മരിച്ചു. എന്നാൽ അത് ഈ വാർത്ത ഇങ്ങനെയാണ് വരുന്നത്, പ്രധാനമന്ത്രിയുടെ അമ്മ യശോദാമ്മ മരിച്ചു എന്ന് എഴുതിയാൽ അതിന്റെ നിറം മാറും. പ്രധാനമന്ത്രിയുടെ അമ്മ. കാരണം എന്താണ്? യശോദാമ്മയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് യശോദാമ്മയുടെ കാര്യം പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യം ആഡ് ചെയ്ത് പറയുന്നത്, ചേർത്ത് പറയുന്നതിന്റെ കാരണം പ്രധാനമന്ത്രിയാണ് കൂടുതൽ അറിയാവുന്നത് എന്ന് പറഞ്ഞതുപോലെ കവറീൻകാരനായ ശിമയോനാണ് യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചത് എന്ന് മർക്കോസ് യേശുവിന്റെ മരണത്തിന് ശേഷം 35 വർഷം കഴിഞ്ഞ് ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് ശിമയോൻ മരിച്ചു പോയിട്ടുണ്ടാവും. ശിമയോനെ കുറിച്ച് പറഞ്ഞാൽ ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ശിമയോനെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ട് മർക്കോസ് അതിന്റെ കൂടെ ഒരു വരി കൂടെ എഴുതി ചേർക്കാണ്. ഈ ശിമയോൻ ആരാ നിങ്ങൾക്കറിയാമോ? നമ്മുടെ സഭയിലെ പ്രഗത്ഭരായ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനാണ്. അലക്സാണ്ടറിന്റെ റൂഫസിന്റെ അപ്പനാണോ? അപ്പൊ നമുക്കറിയാം എന്ന് വായിക്കുന്നവർക്ക് പിടികിട്ടും. പ്രിയപ്പെട്ട മക്കളെ, അതായത് റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ റൂഫസ് എന്നൊരു പേര് പറയുന്നുണ്ട്. അത് ശിമയോന്റെ മകനായ റൂഫസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ചുമ്മാട് അനിലച്ചൻ പറയുന്ന ആയിരിക്കും എന്ന് പറയാൻ സാധ്യതയുള്ളത് കൊണ്ട് POC ബൈബിൾ ഉപയോഗിക്കുന്ന ആളുകള് റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ ഫുട് നോട്ട് വായിച്ചു നോക്കണം. അടിക്കുറിപ്പ്. അതിനകത്ത് റോമർ 16:13 നേരെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. അത് മർക്കോസിലെ ഒരു വാക്യമാണ്. ആ വാക്യം എടുത്ത് വായിച്ചാൽ കവറീൻകാരനായ ശിമയോൻ വന്ന കാര്യവും അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായിരുന്നു എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ റൂഫസ് ആണ് ആ റൂഫസ്. അങ്ങനാണെങ്കിൽ കേട്ടെ, അങ്ങനാണെങ്കിൽ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചു. വിജാതീയനായ, കറുത്തവർഗക്കാരനായ, വഴിപോക്കനായ, കാഴ്ച കാണാൻ നിന്ന ഈ ശിമയോൻ കുരിശിന്റെ അറ്റം പിടിച്ചപ്പോ അവന്റെ പാവപ്പെട്ട ഭാര്യയെയും അവന്റെ പാവപ്പെട്ട മക്കളെയും റോമാ സഭയിലെ അഭിഷിക്തരാക്കി, തിരുവെഴുത്തിന്റെ ഭാഗമാക്കി പരിശുദ്ധാത്മാവ് മാറ്റി. എന്നെ കേട്ടോ പ്രിയപ്പെട്ട മക്കളെ, നീ ദൈവരാജ്യ ശുശ്രൂഷയുടെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ രക്ഷയുടെ ചരിത്രത്തിന്റെയും തിരുവെഴുത്തിന്റെയും ഭാഗമാക്കി ഉയർത്തും സർവശക്തനായ ദൈവം. നീ ദൈവരാജ്യ